ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നാനാണ്, ബട്ടർ നാൻ. ഞാനിവിടെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുണ്ടാക്കുന്നതിന് മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും വളരെയേറെ നന്ദി. അതുപോലെ ഇനിയും ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും. അതുപോലെ തന്നെ വീഡിയോ കാണാത്തവരൊക്കെ കാണുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൂട്ടുകാർക്കൊക്കെ കൊടുക്കുക. കമൻറ്റ്സ് ഉള്ളതെല്ലാം കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. നമ്മുടെ വീഡിയോയുടെ താഴേക്ക് പോയി കഴിഞ്ഞാൽ കമൻറ്റ്സ് എഴുതാനുള്ള സ്ഥലമുണ്ട്. ചിലരെങ്കിലും അറിയാത്തവരുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ നിങ്ങളുടെ കമൻറ്റ്സ് എല്ലാം കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ വേഗം തന്നെ വീഡിയോയിലേക്ക് പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2.5 കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു 10 മിനിറ്റ് മുമ്പേ ഒരു 1/4 കപ്പ് വെള്ളത്തിനകത്തേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരുന്നതാണ്, ഇളം ചൂടുവെള്ളത്തിൽ. അന്നേരമാണ് അതൊന്ന് ഫെർമെൻറ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചിരുന്നതാണ്. ഇവിടെ ഞാനൊരു 1 ഗ്ലാസ് വാം മിൽക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അതെങ്ങനെയാണ് കുഴച്ചെടുക്കുന്നതെന്ന് നോക്കാം. അതിനാവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഈസ്റ്റ് ഇട്ട് അതിൻ്റെ കൂട്ടത്തിലിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മധുരവും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കതിനകത്തേക്ക് ഒരല്പം ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഈസ്റ്റ് ഇടുന്നതാണ്, എന്നാലും ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ആ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന ഈസ്റ്റ് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ വേണം ഉപയോഗിക്കാനായിട്ട്. അതിൻ്റെ കൂടെ തന്നെ ഒത്തിരി പുളിയില്ലാത്ത ഒരു 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് കുഴച്ച് നോക്കാം. നമ്മൾ ചപ്പാത്തിയുടെ ഒക്കെ മാവ് കുഴയ്ക്കുന്ന ആ ഒരു പരുവത്തിലാണ് ഇത് കുഴയേണ്ടത്. ഒരു അല്പം കൂടെ നീണ്ടു വരണം. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഈ വാം മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയൊരു 10 മിനിറ്റ്സൊക്കെ വെച്ചതിന് ശേഷം ടേബിൾ ടോപ്പിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മയം വരുന്ന രീതിയിൽ കുഴച്ചെടുക്കുക. ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ നല്ല സോഫ്റ്റാക്കി കുഴച്ചിട്ട് ഒരു 2 hours വെച്ചേക്കണം. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ നനച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് സോഫ്റ്റാക്കി എടുക്കാം. ഞാനതിനകത്ത് ഒരു 3/4 കപ്പ് മിൽക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മളത് കുഴച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളതൊന്ന് നന്നായിട്ട് സോഫ്റ്റാക്കി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊരു 2 hours ഇങ്ങനെ വെച്ചിട്ട് നമുക്കത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് കവർ ചെയ്തതിന് മുകളിലൊരു തുള്ളി എണ്ണ തേച്ച് കൊടുത്തിട്ട് അത് ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടി നല്ലതായിട്ടൊന്ന് കവർ ചെയ്ത് വയ്ക്കുക. അതിനുശേഷം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ ഫ്ലോറ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അതിന് ഞാൻ ഒന്ന് റോൾ ചെയ്തെടുക്കുകയാണ്. അതിന് റോൾ ചെയ്ത് നമ്മൾ ഒരേ അളവിലുള്ള പീസസാക്കി മുറിച്ച് വെച്ചതിന് ശേഷം നമുക്കതിനെ പരത്തിയെടുക്കാം. കുറച്ച് പൊടി ഇട്ടിട്ട് നമ്മളൊന്ന് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു തിക്നെസ്സിലാണ് നമ്മൾ പരത്തിയെടുത്തേക്കുന്നത്. തീരെ കനം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അത് ചപ്പാത്തി പോലെ ആയി പോവും. അതുകൊണ്ട് കുറച്ച് കനത്തിൽ വേണം നമുക്ക് പരത്തിയെടുക്കാനായിട്ട്. നമുക്കതെല്ലാം അങ്ങനെ ഒന്ന് പരത്തിയെടുത്തിട്ട് ചുട്ടെടുക്കാം. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നല്ലോണം ചൂടായ പാനിലേക്ക് വേണം ഇടാനായിട്ട്. അത് ഓരോ സൈഡും അല്പം ചൂടായി കഴിയുമ്പോഴത്തേനും നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഒരേ സൈഡ് തന്നെ കിടന്നു കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. എപ്പോഴും ചട്ടി നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം ഒരു മീഡിയം തീയിലാക്കി വയ്ക്കണം. കാരണം അല്ലെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ പുറം കരിയും ഉള്ളു വേവാതിരിക്കുകയും ചെയ്യും. അപ്പോൾ തിക്കായിട്ടല്ലേ നമ്മൾ ഇട്ടേക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നല്ല ഒരേ ഈവനായിട്ട് ഉണ്ടാക്കണം. അതിന് സൈഡെല്ലാം ഒരേപോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് മറിച്ചിട്ട്
നമ്മളത് പരത്തിയെടുക്കുമ്പോഴത്തേനും ഒരേ ലെവലിൽ വേണം പരത്തിയെടുക്കാനായിട്ട്, അല്ലെങ്കിൽ അത് വേവാൻ ബുദ്ധിമുട്ടായിട്ട് വരും. അതുപോലെ പൊങ്ങി വരികയും നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല രണ്ട് സൈഡ് ഒരുമാതിരി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് ഒരല്പം ബട്ടർ ഒന്ന് തൂത്ത് കൊടുത്തതിന് ശേഷം അത് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. അതുപോലെ നമുക്കതെല്ലാം ഉണ്ടാക്കിയെടുക്കാം. തീ നന്നായി കൂട്ടി വെച്ച് പാൻ നല്ല ചൂടായിരിക്കുമ്പോൾ ഇടുക. എന്നിട്ട് തീ കുറച്ച് വെച്ച് ചെറിയ തീയിൽ അതിനെ വേവിച്ചെടുക്കണം. എന്നാലാണ് അതിൻ്റെ ഉള്ളിൽ വെന്ത് വരുള്ളൂ, നന്നായിട്ട് പൊങ്ങിയും വരും. നമ്മുടെ ബട്ടർ നാനൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മളത് ഉണ്ടാക്കുമ്പോഴത്തേനും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അത് കനം കുറച്ച് ചപ്പാത്തിയുടെ കനമല്ല, 2 ചപ്പാത്തി ചേർത്ത് വെക്കുമ്പോൾ ഉണ്ടാകുന്ന ഇത്ര കനത്തിൽ വേണം നമ്മൾ ഉണ്ടാക്കാനായിട്ട് ഏകദേശം. കാരണം ഒത്തിരി കൂടിപ്പോയാൽ അത് നന്നായിട്ട് പൊങ്ങി വരത്തില്ല. തീരെ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ചപ്പാത്തി പോലെ ഒട്ടും പഫിനെസ് ഉണ്ടാകുകയില്ല. അപ്പോൾ അതനുസരിച്ച് ഒരു കനത്തിൽ വേണം നമുക്ക് ചെയ്യാനായിട്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല സോഫ്റ്റായിട്ട് അടിപൊളി നാനൊക്കെ ഉണ്ടാക്കാം. ഇതിന് കൂടെ നല്ല നാടൻ ചിക്കൻ കറിയോ അങ്ങനെ എന്തെങ്കിലും നല്ല കറികളൊക്കെ കൂട്ടി കഴിക്കാൻ നല്ലതാണ്. നമുക്കതിനൊന്ന് മുറിച്ച് നോക്കാം. നമ്മളൊന്ന് മുറിച്ച് നോക്കിയിട്ടുണ്ട്. ഇങ്ങനെയാണ് അതിൻ്റെ ഉള്ളു വരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ. താങ്ക് യു.